കഴിഞ്ഞ ആഴ്ച വന്നായിരുന്നില്ലേ? ഞാൻ വന്ന് ഞാൻ ചേട്ടനൊന്ന് കാണാൻ വേണ്ടിട്ട് എനിക്കൊരു ചേട്ടൻ വേണമായിരുന്നു. എന്നാടാ എനിക്ക് തിരക്കാന്ന് ഇവിടെ. ചേട്ടൻ ഞാൻ ഇന്ന് എടുക്കുക കാരണം ഇന്ന് എനിക്ക് വേണം. തോളത്താണോ അതോ മടിയിലാണോ? അല്ലെന്ന് ഞാൻ ചേട്ടാ ഒരു ബിസിനസ് സംസാരിക്കാൻ വേണ്ടിയാണ്. ചേട്ടൻ ഈ തയ്യക്കട കണ്ടിരിക്കട്ടെ. ഞാൻ പറഞ്ഞില്ലേ ഒന്നാമത് ചേട്ടൻ നല്ല സിമ്പിൾ. ചേട്ടൻ എന്റെ കൂടെ ഈ വർക്കിന് ഇറങ്ങി. ഈ മണിച്ചെയിൻ ബിസിനസ് ആണ്. അത് നല്ല ബിസിനസ് ആണ്. മണിനീച്ച അല്ല കേട്ടോ, മണിച്ചെയിൻ ബിസിനസ്. അതായത് നമ്മൾ ഒരു 1500 രൂപ മുടക്കുക ആദ്യം. ചേട്ടൻ അത്ര മുടക്കണ്ട, 500 രൂപ മുടക്കാലും മതി. 500 രൂപ ചേട്ടൻ മുടക്കുക. എന്നിട്ട് ചേട്ടന്റെ താഴെ ചേട്ടൻ ഏറ്റവും പരിചയമുള്ള ആരെങ്കിലും ഒരാളുടെ പേര് പറഞ്ഞു. രമണി ചേട്ടന്റെ താഴെ ചേർക്കുക. രമണി താഴെ വന്ന പ്രശ്നം വേറെ ഭർത്താവിന് ഇഷ്ടപ്പെടിയല്ല. എന്നാ എന്റെ പുറകെ ചേർക്കാം. അപ്പൊ എനിക്ക് ഇഷ്ടപ്പെടിയല്ല. ഒന്നും ഇഷ്ടപ്പെടുന്ന ചേട്ടൻ ഞാൻ പറഞ്ഞേക്ക്. ചേട്ടന് പരിചയമുള്ള ഒരു 5-6 പേരെ പേര് പറഞ്ഞു. രമണി, തങ്കമണി, രാധ, ലീല, സുശീല. അയൽക്കൂട്ടം കൂടുവല്ല, നിർത്തത്. അയൽക്കൂട്ടത്തിന്റെ കാര്യമല്ല പറഞ്ഞത്. ഇങ്ങനെ കുറച്ച് പേരെ ചേട്ടന്റെ പുറകിൽ ഇങ്ങനെ ചേർക്കണം. ഒരാളെ ചേർത്തു, അതിന്റെ പുറകിൽ അത് ഉദാഹരണത്തിന് ഇപ്പൊ ചേട്ടൻ ഇവിടെ ചേർന്നു. അതിന് ചേട്ടന്റെ പുറകിൽ രമണി ചേർന്നു. നല്ല കളിയാണല്ലോ. രമണി ചേർന്നു. ഈ രമണിയുടെ പുറകിൽ 2 പേരെ ചേർത്തു. രമണിയുടെ പുറകിൽ 2 പേരെ ചേർത്തു. ഈ 2 പേരെ ചേർത്തതിന്റെ പുറകെ അവരെ വേറെ 2 പേരെ ചേർത്തു. അങ്ങനെ അവർ ഇവരെ 2 പേരെ ചേർത്തു. അപ്പോഴും ചേട്ടൻ എവിടെയാ? ഞാൻ ഇവിടെ തന്നെ നിൽക്കുവന്നു. അവിടെ നിൽക്കുക. അവിടെ നിൽക്കണോർത്ത് ഇവിടുന്ന് മൊത്തമുള്ള കമ്മീഷൻ ചേട്ടന്റെ അടുത്ത് വരും. ചേട്ടന്റെ അടുത്ത് ഈ നിൽക്കുന്ന ഇവിടത്തെയും എല്ലാ കമ്മീഷനും ചേട്ടന്റെ അടുത്തേക്ക് വരും. മനസ്സിലായോ? ചേട്ടൻ ദേവി ഒന്ന് ചെയ്യും. നല്ല ബിസിനസ് ആണ്. മനസ്സിലായോ? അത് കൂടാതെ ചേട്ടനോട് ഞാൻ പറഞ്ഞറിയും, മാർക്കറ്റിങ്ങിനകത്ത് ഏറ്റവും പ്രത്യേകമുള്ള കേസ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരാളെ ചേർത്ത് നമ്മുടെ കൂടെ കണക്ട് ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമുക്കെല്ലാവരും കമ്മീഷൻ നമ്മുടെ അടുത്തേക്ക് വരുള്ളൂ. മനസ്സിലായോ? നമ്മുടെ അടുത്തേക്ക് ഓരോരുത്തരുടെ കമ്മീഷൻ വന്ന് ചേർന്ന് നമ്മൾ ഭയങ്കര കോടീശ്വരനാവും. അറിയോ? ചേട്ടൻ അത്രയും പൈസ കിട്ടി ചേട്ടൻ കഴിക്കുവോ? എന്നൊരു 30 രൂപ വന്ന് ചായ കുടിക്കാൻ ആണ്ട കിടക്കണം. ഈ 30 രൂപയ്ക്ക് വേണ്ടി ചേട്ടൻ ഞാൻ പറയണ എന്നെ നോക്ക്. ചേട്ടൻ എന്നെ നോക്കിയേട്ടാ. ഞാൻ പറയട്ടെ ചേട്ടൻ, ഞാൻ പറയാം. ഒരാള് എന്നെ ശ്രദ്ധിക്കുക, ഡെവലപ്പായി പോകണ്ടേ? ഒരാളെ നമ്മൾ ചേർത്താൽ നമുക്ക് കിട്ടുന്ന ഈ 500 രൂപ നമ്മൾ ഡിപ്പോസിറ്റ് ചെയ്ത് കൊടുത്ത് 600 രൂപ നമുക്ക് വന്നു തരും. അങ്ങനെ ഒരു 10 പേരെ നമ്മൾ ചേർത്താൽ എത്ര രൂപ വന്നു തരും ചേട്ടാ? നമ്മളൊരു 10-15 രൂപ നമുക്ക് അങ്ങനെ വരും. അപ്പൊ നമുക്ക് മൊത്തത്തിലുണ്ടല്ലോ ഈ സാമ്പത്തികം വന്ന് ചേട്ടൻ്റെ അളവ് എന്ന് പറഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റാത്ത അത്ര അളവ് വന്ന്. കാരണം ഇത് ഒരാളെ നമ്മൾ ചേർക്കുമ്പോൾ 500, 1000, 1500 അങ്ങനെ വന്ന് ചേരുക. പൈസ ഒത്തിരി. എന്നെ ശ്രദ്ധിക്കാൻ അങ്ങോട്ട് നോക്കണം. എന്നെ ശ്രദ്ധിക്കേ. ഞാൻ പറയട്ടെ, ബിസിനസ് എന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ല സംഭവമാണ്. ബിസിനസ് നല്ല സംഭവം തന്നെ. ബിസിനസ് നല്ലതാണ്. ബിസിനസ് അല്ല ഒന്നുമല്ല. ചേട്ടൻ നല്ല കാര്യമാണ് ചേട്ടൻ ചെയ്തു കഴിഞ്ഞാൽ. ചേട്ടന്റെ ഇവനെയൊക്കെ ചേർക്ക്. ഇവന്റെ പണിക്കാശ് പിടിച്ചാൽ മതിയല്ലോ. അതെ, ഇവന്റെ പണിക്കാശ് പിടിച്ചാൽ മതി. ഏറ്റവും നല്ല സംഭവമല്ലേ ഞാൻ പറഞ്ഞത്? അല്ല, ചേട്ടൻ പറഞ്ഞ സംഭവം നല്ലതാണ്. പിന്നെ കുഴപ്പമില്ല. അല്ലെ, നമ്മൾ ഇത് പൈസ മുടക്കുമ്പോഴേ നമുക്ക് ഇതിൽ ഒരു കാര്യം പേടിക്കേണ്ട കാര്യമില്ല. ഒരു കാര്യം പേടിക്കേണ്ട കാര്യമില്ല. സാമ്പത്തികമായിട്ട് എങ്ങനെയാണ് സംഭവങ്ങളുണ്ട്? സംഭവം കുഴപ്പമില്ല. പക്ഷെ ദത് പ്രശ്നമാകാൻ സാധ്യതയുണ്ട്. ഏത് ചേട്ടൻ കൈയെടുത്ത് മുഴുവൻ പുളിക്കിട്ടാ കൊണ്ടത്. ഇതാരത്? ഇത് റൗഡിയത്. തമ്പി, ഡ്രാക്കുള തമ്പി. അയ്യോ, ഞാൻ അറിഞ്ഞില്ല. ഇത് എവിടെ വന്നത്? ഹലോ, അവിടെ തന്നെ 2 ആളുകൾ കൂട്ടിക്കോ. വാടാ, ഇന്നവനെ വെട്ടി ഞാൻ. അക്ഷരം മിണ്ടരുത്. പോകുമ്പോ ഞാൻ പറഞ്ഞു അല്ല, പുള്ളിനെ ഞാൻ വല്ലതും ചെയ്തോ ഇല്ലെന്ന് അറിയാം. ഇനിയിപ്പോ കത്തിയും കടാരായിട്ട് ഇനിയും വരും. അവനെ കണ്ണിപ്പെടാതെ വേറെ രക്ഷപ്പെടാൻ നോക്കും. ഞാൻ എനിക്ക് പുള്ളി പേടി. എനിക്കറിയാം. എക്സിക്യൂട്ടീവ് ആണല്ലേ. പാന്റിന്റെ സിപ്പൊക്കെ തുറന്നു കിടപ്പുണ്ട്. പോയല്ലോട്ടോ. ഇപ്പൊ പോയോ? ഒരു കാര്യം ചെയ്യും, അതും കഴിച്ചതാ. ഞാൻ സെറ്റ് ചെയ്ത് തരാം. അങ്ങോട്ട് മാറിയൊന്നും കഴിക്കേ. ഞാൻ പെട്ടെന്ന് പിടിപ്പിച്ചു തരാം. ആണോ? അങ്ങനെയാണ് ഈ പോക്കറ്റും കൂടെ അടിച്ചോ? ഷർട്ടിന്റെ പോക്കറ്റും പുള്ളിയല്ലേ? കഴിക്ക് വേട്ടെ. അവനെങ്ങാനും വേത്ത വന്നും പട കടയടിച്ച് വീട്ടിൽ പോവാം. അയ്യോ, ഓരോ പ്രശ്നമായി. അയാൾ പോയോ? ആഹാ, വേഗം പോയി ലോട്ടറി എടുത്തു. പഠിക്കാൻ സാധ്യതയുണ്ട്. എത്ര നാൾ കൂടിയാണെന്ന് പറയും ഇതിനകത്ത് കയറ്റിയതാണ്. പെട്ടെന്ന് വന്നോണ്ട് ഒന്നുമില്ല. പെട്ടെന്ന് വന്നോണ്ട് എക്സിക്യൂട്ടീവ് ചെയ്ത് കയറ്റിക്കൊണ്ടെങ്കിൽ പോകുന്നു. തിരക്കായതുകൊണ്ട് കേട്ടാ.
സിബില്ലാത്ത ഭാഗ്യം, അല്ലെങ്കിൽ കുടുങ്ങി തത്തുപോയ. അവിടെ നിന്നോ. പെട്ടെന്ന് സെറ്റ് ചെയ്യാവേ. ഫോണ്. ഹലോ, എന്നാ അമ്പലംകുളത്തിൽ മുതലയോ? ആഹാ, ഞാൻ കണ്ടിട്ടില്ല, ഞാൻ വരാം. ആ, ആ, വാ. ചേട്ടാ, നാന്ന് പറയാ ചേട്ടാ. നാന്ന് പറയാ ചേട്ടാ. ചേട്ടാ. ഹലോ ഹലോ, മണിയൻ ചേട്ടാ. അയ്യോ, എന്റെ പൊന്നു മണിയൻ ചേട്ടാ, നിങ്ങളുടെ കാലിന്റെ മുന്നിൽ നിൽക്കുക ഞാന്. എനിക്ക് 4 മണിക്ക് പരിപാടി ഉള്ളതാന്നേ. ഇങ്ങ് എന്നാ വർത്താനായി പറയുന്നത്? ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടാണ് ഇതൊക്കെ തന്നത്. എവിടെ ഇരിക്കുന്നത്? നിങ്ങളുടെ തയ്യക്കടയുടെ ഫ്രണ്ട് എത്തി ഞാൻ. കണ്ട് ഒരു സ്റ്റൂളൊക്കെ കിടക്കുന്നുണ്ട്. അകത്തോട്ട് കയറാനോ? ഇങ്ങോട്ട് വരാൻ പറ്റാ. ചേട്ടാ ഒരു മിനിറ്റ്, ഇപ്പൊ വിളിക്കാവേ. എടോ, എന്റെ ഒരു സാധനം ചേട്ടന്റെ കയ്യിലുണ്ടെന്നേ. എന്റെ ഒരു സാധനം ചേട്ടന്റെ കയ്യിലുണ്ട്. അത് എനിക്കതൊന്ന് എടുക്കണമെന്ന്. ഇപ്പൊ സാധനം എടുക്കല്ലേ പ്ലീസ്. എടുക്കല്ലേ. 4 മണിക്ക് പരിപാടി ഉള്ളത്. ഇപ്പൊ പോവാൻ എനിക്കത് എടുക്കണമെന്ന്. മണിച്ചേട്ടൻ പോരും. 4 മണിയാകുമ്പോൾ 4 മണിക്ക് 6 മണിക്കൂർ കഴിയുമ്പോൾ വരണം. എനിക്ക് 4 മണിക്ക് പരിപാടി ഉള്ളതാ. 6 മണിക്കൂർ കഴിയുമ്പോൾ ഞാൻ എടുക്കാടോ. വേണ്ട, എടുക്കല്ലേ. എന്റെ സാധനം എനിക്ക് എടുക്കാൻ പറ്റത്തില്ലേ? അയ്യോ, അന്നേരം ഇവിടെ പ്രശ്നമാവും. ഞാനപ്പോ എപ്പോ പറഞ്ഞു? ഒരു 6 മണിക്കൂർ കഴിയുമ്പോ. എനിക്ക് പരിപാടിയാണ്, ഞാൻ വരും കേട്ടോ. എനിക്ക് വേണം, ഞാൻ ഒന്നുകൂടി. അയ്യോ, വേണ്ട, വരല്ലേ. എടുക്കാം. ശരി, ഞാൻ പോയിട്ട് വരാം. ആ ലതേ, ഞാൻ വരുവാ. പോയില്ലേ? എടാ, എന്നെ നീ ഞാനൊന്നും ചെയ്തില്ലല്ലോ. ഞാനൊന്നും ചെയ്തില്ലല്ലോ. അപ്പൊ അവൻ ആളെ കൂട്ടിയേക്കാണ്. നീ അവന്റെ ബോഡി ഗാർഡാണല്ലേ? അല്ല, മസിലും കാട്ടി അവൻ നിൽക്കുവൻ. ഇല്ല, അവനിവിടെ എവിടെയെങ്കിലും ഒളിച്ചിരിക്കണ്ടേ? നമ്മൾ തമ്മിലൊരു പ്രശ്നമില്ല. അവൻ എവിടെയെങ്കിലും ഒളിച്ചിരിപ്പുണ്ടെങ്കിൽ ഇറങ്ങി വരാൻ പറ. ഇവിടെ ആരുമില്ല. വിശ്വാസമില്ല. ഇവിടെ ആരുമില്ല. നോക്കട്ടെ. ഇല്ല, ഇവിടെ ആരുമില്ല. ഞാൻ നോക്കാം. ഇവിടെ ആരും ഇല്ലെന്ന്. ഒന്നും ചെയ്യരുത്. ഇവിടെ ആരുമില്ല. ഇവിടെ ആരുമില്ല. എടാ വൃത്തികെട്ടവന്, നിന്നെ ഇന്ന് ഞാൻ പൂളിയിട്ടേ പോളൂ. അവനില്ലെങ്കിൽ വേണ്ട, ഇന്ന് നിന്നെ ഞാൻ പൂളിയിട്ടേ പോളൂ. ചേട്ടാ, ഞാൻ മറ്റേ മണിച്ചേന്റെ. നീ മണിച്ചാൽ നിന്റെ മണിയെന്നേ പറിച്ചാണ്. ചേട്ടാ, ഇന്ന് ഞാൻ കത്തി ഊര ചോര കൊണ്ട് നിർത്തുന്ന ആളാ ഞാൻ. ഇയാൾ ആരെ കൊല്ലും? ഞാനിപ്പോ എന്നായിട്ട് എന്നെ വെട്ട് ഞാൻ തേപ്പോട്ട് വെച്ചടിക്കും. ഞാൻ കത്തി എടുക്കും. ഞാൻ തേപ്പോട്ട് വെച്ചടിക്കും. നീ എയർപോർട്ടിൽ നീ എന്നെ ഞാൻ കാണിച്ചാ കത്തി ഊരാ. എന്നെ കുത്തല്ല. കുത്തും. എന്നെ കുത്തല്ല. എടാ, നീ തൊറോടും പൊട്ടാണോ? ഞാനല്ലോ, ചേട്ടൻ തന്നെയല്ലേ കീറിയത്. ഇന്ന് ഞാൻ പൊട്ടാ. എന്നെ അടിക്കില്ല, ഞാൻ തേപ്പോട്ടിക്ക് അടിക്കും. കുത്തും ഞാൻ തേപ്പോട്ടിക്ക് അടിക്കും. ഇപ്പോഴത്തേക്ക് നിന്നെ ഞാൻ വിട്ടേക്കടാ. അടുത്ത പ്രാവശ്യം നിന്നെ ഇവിടെ കണ്ടാട്ടില്ല. എന്നാ പ്രശ്നം? അയ്യോ, ഇവിടെ ആരും ഇല്ല. ഇവിടെ ഇയാളെന്നെ തയ്ച്ച തുണിയത് എവിടെയാണോ വെച്ചേക്കണേ? എടോ മണിയ, താനാ തുണിയത് എവിടെയാ തയ്ച്ചു വെച്ചേക്കണേ? ഞാൻ തന്റെ കടയിലുണ്ട്. ഇവിടെ ആരും ഇല്ലെന്ന്. എവിടെ അകത്താ? ഞാൻ ഇട്ടോക്കിട്ടേ പോവുള്ളൂ. ഞാൻ എടുത്തോളാം. ശരിയെന്നാ. ഞാളൊക്കെ ഇത് എന്തൊന്നീ കാണിക്കണേ? ഇത് ഇനി എവിടെ പോയി അന്വേഷിക്കാനാ? എന്റെ ദൈവമേ, ഇങ്ങനെ ഇതുവരെ വന്നില്ലേ ഇവിടെ? എന്റെ പരിപാടിയൊക്കെ ഒന്ന് കൊളമാവില്ല. കേറി എടുക്ക. എല്ലാം പറയാമോ?
ഹലോ മനോജ്, അയ്യോ 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 ആ ചാനൽ ചേട്ടാ. നമസ്കാരം. മലയാളി ചാനലിൽ നിന്നും ക്യാമറമാൻ നിയാസിനോടൊപ്പം റിപ്പോർട്ടർ സാജൻ പി സി. ഇവിടെ നടക്കുന്ന സംഭവം എന്ന് പറഞ്ഞാൽ നമ്മുടെ കമ്പിളിക്കണ്ടം എന്ന സ്ഥലത്ത് നടക്കുന്ന ഒരു അനാശ്വാസം, അതായത് ഫേമസ് എന്ന് പറയുന്ന ഒരു ടൈലർ ഷോപ്പിലാണ് ഇവിടെ ഒരു അനാശ്വാസം നടന്നുകൊണ്ടിരിക്കുന്നത്. ഹലോ 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 ശ്രീകുട്ടി കേൾക്കാം പറയൂ. അതെ ഇവിടെ ഞാനിപ്പോ കമ്പിളിക്കണ്ടം എന്ന സ്ഥലത്തുണ്ട്. ഫേമസ് എന്ന് പറയുന്ന ടൈലർ ഷോപ്പിലാണ്, അതിന്റെ മുന്നിലുണ്ട്. ഇവിടെയാണ് അനാശ്വാസം നടന്നിരിക്കുന്നത്. അതിന്റെ വിശദാംശങ്ങളിലേക്ക് തിരിച്ചു വരാം. ഓക്കെ എന്നിട്ട് നമുക്ക് തിരിച്ചു വരാം. ഓക്കെ, ഇവിടെ നടന്നിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു അനാശ്വാസമാണ് നടന്നിരിക്കുന്നത്. ഇവിടെ ഫേമസ് എന്ന് പറയുന്ന ഒരു ടൈലർ ഷോപ്പിലാണ് ഇങ്ങനെ ഒരു അനാശ്വാസം നടന്നിരിക്കുന്നത്. അപ്പോ നമുക്ക് ജനങ്ങളിലേക്ക് വിശദാംശങ്ങളിലേക്ക് നടന്നുകൊണ്ടിരിക്കാം. അത് ഇപ്പൊ പോലീസും എല്ലാവരും വന്നു ചേർന്നിട്ടുണ്ട്. ഇവിടെ വലിയൊരു സംഭവ വികാസത്തിലാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ നിങ്ങൾ എങ്ങനെ ഈ മുൻകൂട്ടി അറിയുന്നത്? അതറിയത്തില്ലേ? അത് നമ്മളിപ്പോ ഒരു പീഡനം നടക്കുന്ന ആ വാർത്തയുണ്ടല്ലോ, അത് നമ്മൾ ചെയ്തു വെക്കും. അപ്പൊ ആ സ്ഥലവും പേരും മാത്രം മാറ്റിയാൽ മതിയല്ലോ. അപ്പൊ ഇതിലേക്ക് വരും. അപ്പോ നമുക്ക് ഈ അനാശ്വാസം നടന്ന അതിനെ കുറിച്ച് ആ സ്ത്രീയോട് നമുക്ക് ചോദിക്കാം. ആ സ്ത്രീയാണ് അത് കണ്ടിരിക്കുന്ന അനാശ്വാസം. എന്താണ് ഇവിടെ നടന്നത്? നിങ്ങൾക്ക് അതൊന്ന് പറയാമോ? ഞാനവിടെ ആദ്യം വന്നത്. അപ്പൊ ഞാൻ എന്റെ ഒരു ബ്ലൗസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ആദ്യം ഈ ചെറുക്കനോട് നിൽപ്പുണ്ടായിരുന്നു കേട്ടോ. ഞാൻ അറിഞ്ഞില്ല ഈ പെണ്ണുമായിട്ട് ഇങ്ങനെയൊക്കെ നിങ്ങളെപ്പാ വന്ന് കയറി പെണ്ണുള്ള ഇദ്ദേഹമാണ് അദ്ദേഹം, അതാണ് ഇര അല്ലേ? അപ്പോൾ എന്താണ് നിങ്ങൾ ഈ അനാശ്വാസം എന്ന് പറയുന്നത്? ഇതിനു മുമ്പ് നിങ്ങൾ ഈ അനാശ്വാസം ചെയ്തിട്ടുണ്ട്? അയ്യോ, ഞാൻ മണിച്ചതിന്റെ ആളാ ഞാനിത്. ഓ, അത് ശരി. അപ്പൊ കേരളമാകെ അനാശ്വാസത്തിന്റെ ഒരു ചെയിൻ സർവീസ് ആണ് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലേ? അല്ല, പിന്നെ ഞാൻ പറഞ്ഞില്ല ഞങ്ങളുടെ ഹെഡ് ഓഫീസ് ബാംഗ്ലൂരിൽ വേണം. അപ്പൊ ബാംഗ്ലൂരിലും നിങ്ങൾ ഈ അനാശ്വാസത്തിന്റെ ചെയിൻ അയ്യോ ഈ കമ്പിളിക്കണ്ടം എന്ന് പറയുന്ന സ്ഥലത്ത്. അപ്പൊ ഇതിനെ കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? എനിക്ക് തന്നെ പറയാനുള്ളത്, ഞാൻ എന്ത് പറഞ്ഞാലും നിങ്ങളൊന്നല്ല പറഞ്ഞത്. നിങ്ങൾക്ക് തോന്നിയല്ലേ പറയണത്, അതെല്ലാത്താലും ശരിയാ. അങ്ങനെയല്ലേ പറഞ്ഞത്? എനിക്ക് ഇവിടെ പറയാനുള്ള അത് ശ്രീകുട്ടി ഇപ്പൊ ഇവിടെ പറയുന്നത് അനാശ്വാസം നടന്നിരിക്കുന്നത് സത്യമായിട്ടുള്ള കാര്യം എന്നാണ് പറയുന്നത്. ഇതിൽ വേറെ ആർക്കെങ്കിലും പങ്കുണ്ടോ? പങ്കെടുത്തൊന്നും എനിക്കറിയത്തില്ല. ഈ കടയുടെ ഈ ഫേമസ് ഷോപ്പിന്റെ ഓണർ ഇത് മണി എനിക്ക് അവനെ കണ്ടാൽ അതെ, നമുക്ക് തിരിച്ചു വരാം. അപ്പൊ ഇവിടെ ഈ ഫേമസ് ഷോപ്പിന്റെ ഈ ടൈലർ ഷോപ്പിന്റെ ഓണർ എന്ന് പറയുന്നത് മണിയൻ, അദ്ദേഹത്തിന് ഇതിന് വ്യക്തമായ പങ്കുള്ളതെന്നാണ് പറയുന്നത്. പിന്നെ അത് മാത്രമല്ല ഇതര സംസ്ഥാനങ്ങളിലെ ആൾക്കാരും ഇതിന്റെ പിന്നിലുണ്ടെന്നാണ് പറയുന്നത്. ശ്രീകുട്ടി, എന്റെ മുഖം മറിച്ചു. നിങ്ങളാണ് ഈ ഫേമസ് ഷോപ്പിന്റെ ഓണർ? സിനിമ ഷൂട്ടാണോ ഇവിടെ? ഏതാ പടം ഏതാ? അനാശാസ്യം. ഇവിടെയൊക്കെ വെച്ച് സിനിമ എടുക്കണമെങ്കിൽ എനിക്ക് പൈസ തരണം. ഇവിടെ വെച്ച് സിനിമ എടുക്കണമെങ്കിൽ എനിക്ക് പൈസ തരണം. തയ്യക്കടയുടെ മറവേ അനാശാസ്യം കൂടെ കാണിക്കുന്നതാ നീ. ഇതെന്നെ ഈ നിക്കറിട്ടേക്കണേ? എന്നാ നിക്കറന്നോ? നീ തയ്ച്ചു തന്നത് ആ പാന്റ് ഇട്ടോണ്ട് നടക്കുവാ ഞാൻ. പത്രാളത്തിന് കയറി വന്നതാ. വിനയം പിടിച്ച് ജീപ്പി കയറ്റി. വിനം പിടിച്ച് കയറ്റി. നിങ്ങൾ പാലും കൊണ്ട് പോയില്ലേ? എല്ലാരും പെണ്ണുമ്പോൾ വന്ന് കയറി. ഇപ്പൊ ഇവരെല്ലാരും കൂടി കൂടിയാണ് പീഡനത്തിന്റെ പേരിൽ അറസ്റ്റ് ചെയ്തേക്ക്. അറിയാവോ സാറേ? സാറേ, എന്റെ ഫേമസ് കടയാ സാറേ. സാറേ, അത് ഇല്ലാണ്ടാക്കരുത്. ദൈവത്തെ ഓർത്ത് എനിക്ക് എന്റെ ഫേമസ് കട വിജയിപ്പിക്കണം എന്നെ ആഗ്രഹമുള്ള വ്യക്തിയാണ്. സാർ, ഇത് അനാശം. ഞാനില്ല ഇതിനകത്ത്. ഈ ചീഞ്ഞ കേസിനകത്ത് ഞാനില്ല. പക്ഷെ ഈ നാറ്റ കേസിന്റെ അകത്ത് നീ ഉണ്ടല്ലോ. ജീപ്പിന്റെ അകത്ത് പുല്ലി രണ്ടും. എടാ മണിയാ, ഇതോടുകൂടി ശരിക്കും നിന്റെ കട ഫേമസ് ആകൂടാ.